കർത്താവിൻ്റെ തന്നെ തിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ ആയുസ്സും ആരോഗ്യം ബലവും തന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ യഹോവ തന്ന എല്ലാ നന്മകൾക്കും ദാനങ്ങൾക്കും കർത്താവ് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും ബലത്തിനുമായി കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെല്ലാം മാനവും മഹത്വം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നാമം ഓർത്തുകൊണ്ട് നന്ദി കരയേറ്റിക്കൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം അതിൻ്റെ 17 വാക്യം. ഐസിയ ചാപ്റ്റർ 54 വേഴ്സ് 17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനം. പലപ്പോഴും നാം വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ദൈവവചനം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഇത് ഇസ്രായേൽ ജനത്തിന് യഹോവ കൊടുക്കുന്ന, അതായത് ഒന്നുകൂടെ എടുത്തു പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് ദൈവം പ്രൊട്ടക്ഷനായി, തീമതിലായി, ദൈവം സംരക്ഷകനായിരിക്കുന്ന ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന ഉറപ്പാ. യഹോവയുടെ ജനത്തിന് യഹോവ കൊടുക്കുന്ന ഉറപ്പാണ് ഈ താഴെ പറയുന്ന വാക്കുകൾ. യെശയ്യാ പ്രവാചകൻ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, കുറ്റം കാണിക്കുന്നുണ്ട്. പക്ഷേ മടങ്ങി വരുന്നവരോട് അനുദപിക്കുന്ന ദൈവത്തെ, ശിക്ഷ മാറ്റിവെക്കുന്ന ദൈവത്തെ, ആ ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ദൈവം ഇവിടെ ഈ ആ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ മടങ്ങി വരുന്ന ജനത്തോട് കരുണ കാണിക്കുകയും സ്നേഹിച്ച് മാറോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു അപ്പൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മുടിയനായ പുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പൻ എങ്ങനെ ചേർത്ത് പിടിക്കുന്നോ അതുപോലെ ചേർത്ത് പിടിക്കുന്ന യഹോവയുടെ സ്നേഹസ്പർശം കാണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവം പ്രൊട്ടക്ഷനായിട്ടിരിക്കുന്ന, ദൈവം സംരക്ഷിക്കുന്ന ദൈവജനം. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ദൈവത്തിലെ നീ സംരക്ഷിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരങ്ങളിലാണെങ്കിൽ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ദൈവമാണെങ്കിൽ, നിനക്ക് വേണ്ടി വാദിക്കുന്നത് ദൈവമാണെങ്കിൽ, ആ ദൈവത്തിന്റെ വാക്കുകളാണ് ഇവിടെ പറയുന്നത്. ആ വചനമാണ് പറയുന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നീ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ നിന്നോടാണ് ഈ വചനം പറയുന്നത്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആ ഒരു ആയുധവും ഫലിക്കുകയില്ല. അപ്പൊ ആയുധം നിനക്ക് വിരോധമായി ഉണ്ടാക്കിയില്ലെന്നല്ല, നിനക്കെതിരെ ആയുധം ഉണ്ടാക്കും, നിനക്കെതിരെ ചീത്ത പറയും, നിനക്കെതിരെ പള്ളു പറയും, നിനക്കെതിരെ ഉത്തരവാദിത്വ ബോധമില്ലാതെ ചിലതൊക്കെ പറഞ്ഞു എന്ന് വരും, ചിലതൊക്കെ പറയും. പക്ഷേ ഒന്നും നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. 2, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. അപ്പൊ ഈ 2 വാക്കുകൾ വായിക്കുമ്പോൾ ഒരു വിരോധാഭാസം തോന്നാം. എന്നാൽ പിന്നെ ആദ്യത്തെ വാക്ക് വായിക്കുമ്പോൾ വിരോധമായി ആയുധം ഉണ്ടാക്കുന്നവരെ ദൈവത്തിനെ നശിപ്പിച്ചു കളഞ്ഞാൽ പോലെ അല്ല. ഒരു യുദ്ധമുണ്ട്, ആയുധം ഉണ്ടാക്കുന്നവരുണ്ട്, നിനക്കെതിരെ ആയുധം എഴുന്നേറ്റ് വരും. പക്ഷെ വചനം ഇങ്ങനെ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും നിനക്കെതിരെ വരുന്ന ആയുധം ഫലിക്കുകയില്ല. 2, ന്യായവിസ്താരം നിനക്കുണ്ടാകും. ന്യായവിസ്താരത്തിൽ നിന്നെ കുറ്റം വിധിക്കാൻ ചില നാവുകൾ വരും. പക്ഷേ നിനക്കെതിരെ കുറ്റം വിധിക്കുന്ന എഴുന്നേൽക്കുന്ന നാവിനെ നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. നിനക്കെതിരെ എഴുന്നേൽക്കുന്ന നാവിനെ നീ കുറ്റം വിധിക്കും. അടുത്ത് പറയുന്നത്, യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു. ഹല്ലേലൂയ. യഹോവയുടെ ദാസന്മാരുടെ അവകാശം, കർത്താവിന്റെ ദാസന്മാരുടെ അവകാശം, അവന്റെ പക്കൽ നിന്നുള്ള നീതി, അവരുടെ പക്കൽ നിന്നുള്ള നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇതൊരു നീതിയുടെ പ്രശ്നമാണ്. ഇതൊരു ദൈവനീതിയുടെ പ്രശ്നമാണ്. ദൈവനീതിയുടെ പ്രശ്നമാണ്. എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും അവന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ. ദൈവനീതി ഇത് തന്നെയാണെന്ന്, ദൈവത്തിന്റെ നീതി ഇത് തന്നെയാണെന്ന്, ഇതാകുന്നു ദൈവത്തിന്റെ നീതി എന്ന്. ഈ നീതിക്ക് നീ നീ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നിടത്തോളം, നീ ദൈവത്തിന്റെ കുഞ്ഞായിരിക്കുന്നിടത്തോളം ഈ നീതിക്ക് നീ അവകാശപ്പെട്ടതാ. യഹോവയുടെ ദാസന്മാരുടെ അവകാശം, ബിക്കോസ് നീ ദൈവത്തിന്റെ ദാസനായുണ്ട്, നിനക്കൊരു അവകാശം കൽപ്പിച്ചിട്ടുണ്ട്. ന്യായവിസ്താരത്തിൽ കുറ്റം വിധിക്കുന്ന നാവിനെ നീ വിധിക്കുന്ന ഒരവകാശം. നിനക്കെതിരെ വരുന്ന ഈ ആയുധം ഫലിക്കാതെ വണ്ണം നിനക്ക് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്ന ദൈവം, നിനക്ക് പ്രൊട്ടക്ഷനും സംരക്ഷണവും കവചവുമായി നിൽക്കുന്ന ദൈവം. അതുകൊണ്ട് ആ പരിചയം പലകയുമായി കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. ആ കർത്താവ് പറയുക, ദൈവം തമ്പുരാൻ പറയുക, യഹോവയുടെ ദാസന്മാരുടെ അവകാശമായത്, നീ അവന്റെ ദാസനായിരിക്കുന്നിടത്തോളം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ അവകാശമാ. പിന്നെ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതി, ദൈവത്തിന്റെ നീതിയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശമാണ്.
ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നിനക്കെതിരെ ലിറ്ററലി കാണുന്നത് പോലെ ഫിസിക്കൽ ആയുധം, വാളോ പരിചയോ കുന്തമോ ബോംബോ വാളോ ഒന്നും നിന്റെ നേരെ വരുന്നില്ല എന്ന് വിചാരിക്കാം, തോക്കൊന്നും നിന്റെ നേരെ വരുന്നില്ലെന്ന് വിചാരിക്കാം. അങ്ങനെ ലിറ്ററലി ഒരു ആയുധം നിന്റെ നേരെ വരുന്നില്ല എങ്കിലും നിനക്കെതിരെ നാവ് കൊണ്ടോ നിനക്കെതിരെ അപവാദങ്ങൾ കൊണ്ടോ അതേ നിന്നെ കുറ്റം വിധിക്കാൻ, നിന്നെ കീറിക്കളയാൻ, നിന്നെ വിധിക്കാൻ, ന്യായവിസ്താരത്തിലേക്ക് നടത്താൻ നിന്നെ നോക്കുമ്പോ ആ അതിൻ്റെ ഇടയ്ക്ക് ദൈവം രണ്ട് കാര്യം പറയുക. ഒന്ന്, നിനക്കൊരു അവകാശം ദൈവം തരുന്നുണ്ട്. ആ ദാസന് തരുന്ന അവകാശമുണ്ട്. ആ അവകാശം പറയുക, നിന്റെ നേരെ ഒരായുധവും ഫലിക്കുകയില്ല, നിനക്ക് നേരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. രണ്ട്, നിനക്കെതിരായിട്ട് എഴുന്നേൽക്കുന്ന അവനെ നീ കുറ്റം വിധിക്കും. അടുത്തത്, ഇത് ദൈവത്തിന്റെ നീതിയാ, നിന്നോടുള്ള ദൈവത്തിന്റെ നീതിയാ. മെലീത്ത ദ്വീപിലെ പൗലോസിന് നേരെ പൗലോസിന്റെ കയ്യിൽ അണലി ചാടി ചുറ്റുമ്പോൾ അതിനെ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞ് പൗലോസ് സ്വതന്ത്രനായിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരും രക്ഷപ്പെട്ടവരും എല്ലാം കൂടി മാറി നിന്ന് കൊലപാതകനെന്നും നീതിദേവി ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്നും പറഞ്ഞ് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുമ്പോൾ തമ്പുരാൻ പറഞ്ഞല്ല, കുഞ്ഞെ നീ ഒന്ന് സൈലന്റ് ആയിട്ടിരുന്നേ. അടുത്ത വാക്ക് എഴുതിണ്ട്, ഏറെ നേരം മിണ്ടാതിരുന്നിട്ട് ഒന്നും സംഭവിക്കായികയാൽ മനസ്സു മാറി അവൻ ദേവൻ എന്ന് പറഞ്ഞു. ഒരു വലിയ വാതിൽ പൗലോസിന് വേണ്ടി അവിടെ തുറക്കുക പുബ്ലിയോസിന്റെ അടുത്ത്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അല്പനേരം ഒരു സമയം നീ ഒന്നും മിണ്ടാതിരുന്നേ കുഞ്ഞെ. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന, നിനക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമുണ്ട്, നിനക്ക് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി ഇടപെടും, ആ ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും, ആ ദൈവം നിന്റെ ദൈവമായി നിന്നോട് സംസാരിക്കും. കർത്താവിൻ്റെ കരം കൂടിയിരിക്കും, അതങ്ങനെ തന്നെ സംസാരിക്കും. കർത്താവിൻ്റെ കരം നിനക്ക് അനുകൂലമായി വിധിക്കപ്പെടും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തരുന്ന അവകാശമുണ്ടോ? ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല, ഇത് നിന്റെ അവകാശമാണ്. ദാസന്മാർക്ക് ദൈവം തരുന്ന അവകാശമാ ദൈവത്തിന്റെ നീതിയാ. രണ്ട്, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും, അത് നിന്റെ അവകാശമാ, ദൈവം തരുന്ന നീതിയാ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. യഹോവ കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അസാധാരണ സാന്നിധ്യത്താൽ ജനത്തെ നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ വാക്തത്വം, നിനക്കെതിരായി എഴുതേക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും, നിനക്കെതിരെ ഒരു ആയുധവും ഫലിക്കുകയില്ല, ആ വചനം അങ്ങനെ തന്നെ കൈമാറുന്നു. യഹോവ കൂടിയിരിക്കും, ജനത്തെ അനുഗ്രഹിക്കും. കർത്താവ് പ്രൊട്ടക്ഷനായി, അതേ തീമതിലായി, സംരക്ഷകനായി കൂടെ, അതേ മുന്നും പിന്നും, അതേ യഹോവയുടെ ദൂതൻ പാളയമായി കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൊടുക്കുന്ന അവകാശവും ആ നീതിയും പ്രാപിക്കുന്നതിനായി നന്ദി കർത്താവ്. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചെറുകടിയിൽ നാം മറക്കപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.